വിശ്വാസത്തിൻ്റെ ഉച്ചകോടി അനുഭവം എന്ന് പറയുന്നത്, അഥവാ വിശ്വാസപ്രമാണം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യ ഭാഗമെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്താ? യേശുമിശിഹ മനുഷ്യാവതാരം ചെയ്തു, ജീവിച്ചു, മരിച്ചു, ഉയർത്തു. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതിൽ നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടോ? വിശ്വാസം സത്യമാണ്, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ വിശ്വസിക്കാൻ അല്പമെങ്കിലും ബുദ്ധിമുട്ടുള്ളത് ഏതാണ്? യേശു രണ്ടാമത് വരും എന്ന് പറയണതും, യേശു വന്ന് മരിച്ച ആൾക്കാരെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ്, നമ്മുടെ മരണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനെയുള്ള അവസ്ഥയാണ് വിശ്വസിക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുള്ളത്. ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നമ്മളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ എസ്കറ്റോളജിക്കൽ യുഗാന്ത്യപരമായ അവസ്ഥയെക്കുറിച്ചും സഭയുടെ ഡോഗ്മാറ്റിക് പ്രബോധനം അനുസരിച്ച് ഉള്ള ബോധ്യം കൃത്യമായിട്ടുണ്ടാകുക. ഒരുപാട് ആൾക്കാർ പലതും പറഞ്ഞേക്കുന്നതൊക്കെയാണ് നമ്മുടെ അകത്ത് ചിലപ്പോൾ ഉണ്ടാകുക. അത് മാറി നമ്മൾ കൃത്യമായ പ്രബോധനത്തിൽ അധിഷ്ഠിതമായ ഒരു ബോധ്യത്തിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും, വിശ്വാസം ശക്തമാകും. അപ്പോൾ വിശ്വാസത്തിൻ്റെ 988 ഖണ്ഡികയിൽ പറയുന്നത് ഇതാണ്: ക്രിസ്തീയ വിശ്വാസ പ്രമാണം മകുടമണിയുന്നത് അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിലും നിത്യജീവിതത്തിലുള്ള പ്രഖ്യാപനത്തിലുമാണ് മകുടമണിയുന്നത്. അതായത് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ സെന്റൻസ് എന്താ? അവസാനത്തെ സെന്റൻസ് പറയണേ, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കും. എല്ലാവരും പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ. എന്താണ് ഈ ശരീരത്തിൻ്റെ ഉയർപ്പ്? എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അവിടെ പ്രധാനമായിട്ട് 8 കാര്യങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ശരീരത്തിൻ്റെ ഉയർപ്പ് എന്താണ്? ഉയർക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. അപ്പോൾ മരണം എന്നാൽ എന്താണ്? എന്താണ് മരണം? 3, മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനാണ് തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. അപ്പം തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള വിധി നടപ്പാകും. ആ വ്യക്തിയെക്കുറിച്ച് തനത് വിധി എന്ന് പറയും. പൊതുവിധിയല്ല, തനത് വിധി. 4, സ്വർഗം. 5, ശുദ്ധീകരണ സ്ഥലം. 6, നരകം. 7, പൊതുവിധി. 8, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സഭയുടെ പ്രബോധനങ്ങളുടെ നമ്പർ നിങ്ങൾ എഴുതി വെച്ചോ. അപ്പോൾ നിങ്ങൾക്കത് തുടർന്ന് വായിക്കാം. മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ന ആളിന്ന് പറഞ്ഞു എന്നല്ല പറയേണ്ടത്. ഈ സഭയുടെ പ്രബോധനത്തിൽ ഇന്നത് പറയണം. ഇത് നമുക്ക് ആർക്കും കിട്ടുന്ന ഒരു പ്രൈവറ്റ് റെവലേഷൻ അല്ല. ഇത് 2000 വർഷത്തെ പ്രബോധന പാരമ്പര്യമുള്ള സഭയുടെ പ്രബോധനത്തിൽ നിന്നാണത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ സമയമതിയില്ല. എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? 997 മരിച്ചവർ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ. എന്താണ് മരണം എന്ന് പറയുന്നത്? ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാട്, അതാണ് മരണം. മരണം ഒരു ദുഃഖകരമായ ഒരു സാഡ് ന്യൂസ് അല്ല. മരണം എന്നത് ആത്മാവും ശരീരവുമായി വേർപെടുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ അവസ്ഥയിൽ മരിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും.
പ്രയാസം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും, പക്ഷേ അത് ഒരു ബാഡ് ന്യൂസ് അല്ല. ആ പ്രയാസവും നല്ലതാണ്. എന്തുകൊണ്ട് നമുക്ക് വേദന ഉണ്ടാവണം? നമ്മൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് കൊണ്ട്. അപ്പോൾ എപ്പോഴും സ്നേഹം എന്ന് പറഞ്ഞാൽ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ പ്രേമഗീതം മാതിരി ഒന്ന് പാടാമോ? സ്റ്റാർട്ടിങ് ഒന്നൊന്ന് പാടി. ഓ സ്നേഹജ്വാല എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. സ്നേഹം നമ്മളെ വേദനിപ്പിക്കും. അതുകൊണ്ട് ആരെ സ്നേഹിക്കുമ്പോൾ ഉടനെ വിചാരിച്ചോ വേദനിക്കാൻ തയ്യാറായിക്കോ. എന്തുകൊണ്ട്? സ്നേഹമില്ലെങ്കിൽ വേദന ഉണ്ടാവും. നമ്മളെ സ്നേഹമില്ലാത്ത ഒരാൾ രണ്ട് തെറി പറഞ്ഞെന്ന് വിചാരിച്ചു. നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ തെറി പറയുമ്പോഴല്ലേ നമുക്ക് വേദന ഉണ്ടാകണേ. വഴി കൂടി പോണ ഒരാൾ നമ്മൾ രണ്ട് തെറി പറഞ്ഞു, കണ്ടോ? ഇങ്ങനെയുള്ള ചില കാര്യം മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ മരിക്കണം. മരണം എന്നത് എന്താണ്? ഉയർപ്പ് എന്നതിന് വേണ്ടിയുള്ളതാണ് മരണം. ഉയർക്കണമെങ്കിൽ മരിക്കണം. അപ്പോൾ മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. 997. അതേസമയം മഹത്വികത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുന്നു നമ്മുടെ ആത്മാവ്. മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു, ശരീരം ജീർണിക്കുന്നു. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിനായിട്ട് കാത്തിരിക്കുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യുന്നു. അപ്പോൾ അന്ത്യദിനത്തിൽ കർത്താവ് വീണ്ടും വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒന്ന്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇപ്പൊ മർത്ത അത് വിശ്വസിച്ചു. മർത്തായോട് ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർക്കും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവള് പറയണത് അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് ഞാൻ. അപ്പൊ ഈ വിശ്വാസ പ്രമാണമല്ലേ അവള് പറയണത്. ഇതാണ് നമുക്കുണ്ടാകേണ്ട ഒരു വിശ്വാസം. ഇത് പ്രധാനമായ ഒരു വിശ്വാസമാണ്. വിശ്വസിക്കുക, നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ഇനിയിപ്പോൾ ഉടനെ കുറെ ക്ലൗഡ് ചിന്തകൾ വരും. അയ്യോ, എങ്ങനെയായിരിക്കും ഉയർപ്പുണ്ടാവുക? അതാണ് എങ്ങനെ. മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു. എൻ്റെ കൈകാലുകൾ കാണുക, ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. പക്ഷെ അവിടുന്ന് ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതുപോലെ അവിടുന്ന് എല്ലാവരും അവർ ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം, ശ്രദ്ധിക്കണം, ധരിക്കുന്ന ശരീരം എന്ന് പറയുമ്പോൾ ഈ ദൃശ്യമായ ശരീരമല്ല, ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി രൂപാന്തരപ്പെടും, ഒരാധ്യാത്മിക ശരീരമായി മാറും. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഏതുതരം ശരീരത്തോടുകൂടി ആയിരിക്കും അവർ വരുന്നത്? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, വെറുമൊരു മണി മാത്രമാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. മരിച്ചവർ അനശ്വരരായി ഉയർപ്പിക്കപ്പെടും. എന്തെന്നാൽ നശ്വരമായ ഈ പ്രകൃതി അനശ്വരമായതിനെ ധരിക്കണം, മർത്യമായ ഈ പ്രകൃതി അമർത്യത ധരിക്കുകയും വേണം. സ്നേഹമുള്ളവരെ, ഇതങ്ങ് വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഭയങ്കര ഒരു കരുത്തുണ്ടാകുകയാണ്. അതാണ് വിശ്വാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്.
നമ്മൾ ഇന്ന് രാവിലെ മനസ്സിലാക്കി എന്തായിരുന്നു അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിന്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കത്തിന്റെ പ്രധാന രഹസ്യം എന്തായിരുന്നു? മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് കണ്ടോ നമ്മുടെ യാമപ്രാർത്ഥനകളിലും കുർബാനയിലും എത്ര പ്രാവശ്യമാണ് നമ്മളിത് പറയുന്നത്. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ശരീരം ആത്മാവല്ല, ശരീരത്തെ. അപ്പൊ ഇപ്പോ മർത്യനു നിത്യമഹോന്നതമാം സ്ഥാനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ. ഇത് വിശ്വസിക്കുമ്പോ ബാക്കിയുള്ളതൊക്കെ കവറാവും അതിനകത്ത്. ഇത് വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ഒരു വലിയ ശക്തി ഇങ്ങ് ജ്വലിക്കുകയാണ്. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ ഈ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ചീഞ്ഞ് കഴിയുന്ന ശരീരം ഉയർത്ത് നമ്മുടെ ആത്മാവിനോട് ചേരും. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ ഈശോയെ പോലെ തന്നെ ആയി മാറും. ഇപ്പോൾ നമ്മുടെ ശരീരം മർത്യമാണെങ്കിൽ ഈ മർത്യ ശരീരത്തിനെ അമർത്യമാക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. അതിൻ്റെ ഒരു ചെറിയ അടയാളമാണ് ഈ രോഗശാന്തിയും ഇതെല്ലാം. രോഗശാന്തി അതിൻ്റെ ഒരു അടയാളമാണ്. ഉദാഹരണത്തിന് വ്രണമഴായിട്ട് ആ കുഷ്ഠരോഗി അവൻ മരിച്ച അവസ്ഥയാണ്, അല്ലയോ? ഒരു തരത്തിലും അവൻ്റെ കുഷ്ഠം മാറില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്ന് തൊട്ടു ഈശോ, എന്ത് സംഭവിച്ചു? ഇവൻ ഉയർത്തെഴുന്നേറ്റു പോലെ അവൻ പുതിയ സൃഷ്ടിയായി. അപ്പൊ ഇതാണ് ഈ പുതിയ സൃഷ്ടിയാകുന്ന ആ പോയിന്റ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഇത് വിശ്വസിക്കണം. ഇനി എന്താണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം? ഞാനിവിടെ പറഞ്ഞോന്നറിയില്ല. ഈ അന്ത്യദിനത്തിലുണ്ടാകാനിരിക്കുന്ന ആ ഉയർപ്പിനെ മുൻകൂർ നമ്മൾ അനുഭവിക്കുകയാണ് കൂദാശകളിലൂടെ. കണ്ടോ, 1002 പാരഗ്രാഫ് 1002. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കും എന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ഇപ്പോൾ തന്നെ ക്രിസ്തുവിനോട് കൂടി ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതും സത്യമാണ്. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ക്രിസ്തുവിനോടുകൂടെ ഇപ്പോൾ തന്നെ ഉയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതും സത്യമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കാളിത്തമാണ്. കണ്ടോ, മാമോദീസ വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ അവൻ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഈശോ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അതാണ് ആ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ. വിശുദ്ധ കുർബാന സ്വീകരണം വഴി ഉയർപ്പിൽ പങ്കാളികളാകാൻ കർത്താവേ, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടില്ലേ? ദാസരുടെ പാവങ്ങൾക്ക് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു ആ ഇതിൽ ഇല്ലേ? ഒന്ന് നോക്കി. അപ്പം ഉയർപ്പ്, മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ അനുഭവം ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ നമുക്ക് ഭാഗികമായി ലഭിക്കുന്നു എന്നതും കൂടി വിശ്വസിക്കണം. വിശുദ്ധ കുർബാന സ്വീകരണം വഴി ഒന്ന് മൈക്കിലൂടെ പറഞ്ഞ്
വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കുകയും ചെയ്യാം. ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ഇത് ഈ വിശുദ്ധ കുർബാന സ്വീകരണം. വിശുദ്ധ കുർബാന സ്വീകരണം, വിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം, യേശുവിൻ്റെ ഉത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളാകുകയും അങ്ങനെ ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് നമ്മളെ രൂപാന്തരീകരിക്കുന്നത്. നമ്മൾ വെള്ളം വീഞ്ഞാക്കണ പറഞ്ഞില്ലേ, ആ വെള്ളം വീഞ്ഞാക്കുന്ന അവസ്ഥ എല്ലാം ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം നമുക്ക് ഇപ്പം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് അന്ത്യദിനത്തിലുള്ള ഉയർപ്പിലുള്ള വിശ്വാസം, മറ്റൊന്ന് ആ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ ഇതാ ഇപ്പോൾ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ആ ഉയർപ്പിൻ്റെ അനുഭവം നമുക്ക് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട്, മുൻകൂറായിട്ട് ഇപ്പോൾ തന്നെ ലഭിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ പ്രബോധനങ്ങളിൽ മുഴുവനും കാണുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. അപ്പൊ ആ ഉയർപ്പിന്റെ അനുഭവം, അന്ത്യദിനത്തിലുണ്ടാകാൻ പോകുന്ന ഉയർപ്പിന്റെ ഒരു മുൻകൂർ അനുഭവം ഇപ്പോ നമ്മൾക്ക് ലഭിക്കും. എങ്ങനെയാണെങ്കിൽ ഈ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അപ്പോഴാണ് നമ്മളിൽ ജഡികാസക്തികളെല്ലാം വിട്ടുപോകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ജഡികത മാറി, മർത്യത മാറി, അമർത്യതയായി ഇവിടെ. ഇനി അതൊരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് പുലരിയാകാൻ കാത്തിരിക്കുന്ന ആൾക്കാരനെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ അടിച്ചു പോയിക്കോ. അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? അത്രയ്ക്ക് വലിയൊരു പ്രത്യാശയാണ് നമുക്ക് തരുന്നത്. ഈ ഉയർപ്പിൽ അങ്ങ് വിശ്വസിക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രത്യാശയാണ് കിട്ടുന്നത്. എത്ര ജഡിക ആസക്തി നമ്മളിൽ ഉണ്ടായാലും, എത്ര വലിയ പാപം നമ്മളിൽ ഉണ്ടായാലും കർത്താവ് ഈശോമിശിഹ അതിനെയെല്ലാം ഉയർപ്പാക്കി മാറ്റും. അത് ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച് ഇനി കുറെ അതൊക്കെ ഇനി വേറെ എന്തെങ്കിലും പഠിക്കാം. ചെറിയൊരു സൂചന, ഈശോ മരിച്ചു. മരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈശോയുടെ രക്തം അവസാന തുള്ളി വരെ വാർന്നു പോയോ ഇല്ലയോ? ആ വാർന്നു പോയ ശരീരമാണ് അവിടെ അടക്കിയിരിക്കുന്നത്. ഈശോ മരിക്കുമ്പോൾ ആ രക്തം വാർന്നുപോയി, ആത്മാവ് ശരീരത്തെ വിട്ടുപോയി. പക്ഷേ ഈ ശരീരത്തിന് ഒരു ദൈവത്വമുണ്ട്. ആ ദൈവത്വം ഒരിക്കലും വിട്ടുപോകില്ല. അത് നമ്മുടെ ശരീരത്തിന്റെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആത്മാവും ശരീരവും ഒന്നാണ്. അപ്പൊ ആ ദൈവത്വം ഉണ്ടല്ലോ. ഈ ആത്മാവും ശരീരവും വിട്ടുപോകുമ്പോൾ ഈ ദൈവത്വം രണ്ടിലുമുണ്ട്. ആത്മാവിന്റെ ദൈവത്വം ആത്മാവിനോടുകൂടെ പോകുന്നു, ശരീരത്തിന്റെ ദൈവത്വം ശരീരത്തോടുകൂടി ചീഞ്ഞു പോകുമ്പോൾ ദൈവത്വം ചെയ്യുന്നുണ്ടോ? ദൈവത്വം ചെയ്യുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് തോന്നുന്നു പിന്നെ അത് എവിടെ പോയി എന്നുള്ളതാണ്. ആ ദൈവത്വമാണ് പിന്നീട് നമ്മളെ അന്ത്യദിനത്തിൽ ഉയർപ്പിച്ച് അതേ ആത്മാവിനോട് ചേർക്കുന്നത്. നമ്മളെ വേറെ ആത്മാവിനോട് ചേർക്കൂല. കമ്പ്യൂട്ടർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ലിങ്ക് കിടക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കിടക്കുകയാണ്. ആ ലിങ്ക് ഉള്ളത് കൊണ്ട് ഈ ശരീരം നമ്മുടെ ആത്മാവിനോട് തന്നെ മാച്ചാവും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് മുഴുവനും മനസ്സിലാവണമെന്നില്ല, ചിലവർക്ക് മനസ്സിലാവും. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ആ ദൈവത്വം നഷ്ടപ്പെടുന്നില്ല. ഇനി വലിയൊരു പ്രധാന രഹസ്യമാണിത്. ഈ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? അവിടെ ആ കല്ലറയുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ഈ മരിച്ച ആ ശരീരം ജീർണിച്ചില്ല. ആ ശരീരത്തിൻ്റെ അത് ജീർണിക്കാൻ ദൈവം അനുവദിക്കില്ല. പക്ഷേ രക്തം മുഴുവനും പോയി.
ഇനി അവിടെ എന്ത് സംഭവിച്ചു? പുതിയ രക്തം ഈ ശരീരത്തിൽ വന്നു. യേശു ഉയർത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഓരോ പ്രോസസ്സ് ഒന്ന് ചിന്തിക്കുക. മരിച്ച് രക്തം മുഴുവനും വാർന്നു പോയ ആ ശരീരം ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈശോ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് 40 ദിവസം ഉയർത്തെഴുന്നേറ്റ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ആ ഈശോന്റെ ശരീരത്തിൽ വീണ്ടും രക്തം വന്നോ ഇല്ലയോ? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ദൈവത്തിൻ്റെ സർവാധിപത്യം എന്ന് പറയുന്നത്. ഈശോയുടെ ആ വാർന്നുപോയ പാപകരമായ രക്തം പോയി പുതിയ രക്തം. അതാണ് പുതുജീവന്റെ കാതൽ. ആ പുതുജീവൻ, ജീവൻ ഈസ് റിലേറ്റഡ് ടു ബ്ലഡ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ഈശോയിലുള്ളത് എന്താണ്? ഇപ്പോൾ പുതിയ രക്തം, പുതിയ ശരീരം. ആ ശരീരവും എല്ലാം മാന്തിപ്പറിച്ച് പോയായിരുന്നു. പുതിയ ശരീരം, പുതിയ രക്തം. അപ്പൊ നമ്മൾ ആ യേശുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുകയും ആ ഉയർപ്പിനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ ഉയർപ്പിൻ്റെ ആത്മാവിനെയാണ് നമ്മളിൽ നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെ ഉയർപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത്, മഹത്വീകരിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത്. ഇതെല്ലാം ഒന്ന് കണ്ണടച്ചൊന്ന് സ്തുതിച്ച് ആ ഉയർപ്പിലൊന്ന് വിശ്വസിച്ച്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അന്ത്യദിനത്തിൽ എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. Praise the Lord. ഇങ്ങനെ ഉയർക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? മരിക്കണം. അതാണ് മരണം. അപ്പോൾ മരണം എന്നത് എന്താണ്? മരണത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ദുരൂഹമായിരിക്കുന്നത് ഒരർത്ഥത്തിൽ ആയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശാരീരിക മരണം സ്വാഭാവികമാണ്. പക്ഷെ വിശ്വാസമനുസരിച്ച് അത് യഥാർത്ഥത്തിൽ പാപത്തിന്റെ വേദനമാണ്. ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ മരിക്കുന്നവർക്ക് മരണം കർത്താവിന്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. ക്രിസ്തുവിന്റെ കൃപാവരം, അതായത് ഒരു ക്രിസ്ത്യാനി, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ കൃപാവരം നിറഞ്ഞവരാണ്. നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. ക്രിസ്തുവിന്റെ മരണത്തിൽ ഭാഗഭാഗികളായാൽ എന്തിൽ ഭാഗഭാഗിയാകും? ഉയർപ്പിലും ഭാഗഭാഗിയാകും. അതിനാൽ അവർക്ക് അവിടുത്തെ ഉത്ഥാനത്തിലും ഭാഗഭാഗിത്വമുണ്ട്. മരണത്തെക്കുറിച്ച് കുറേ ഉണ്ട്. നമ്മളതിൻ്റെ പ്രസക്ത ഭാഗം വായിക്കുകയാണ് ഞാൻ. മരണം മനുഷ്യന്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ദൈവിക പദ്ധതിക്ക് അനുസൃതമായി തൻ്റെ ഭൗമിക ജീവിതം നയിക്കാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കുന്നതിനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അവസാനമാണ് മരണം. ഭൗമിക ജീവിതത്തിൻ്റെ ഒരേ ഒരു യാത്ര, ശ്രദ്ധിക്കണേ. ഒന്ന് കൈവീശി കാണിച്ചേ. ഇപ്പോഴേ മരിക്കല്ലേ എന്ന് പറഞ്ഞ് ഉറങ്ങല്ലേ. ഭൗമിക ജീവിതത്തിൻ്റെ ഒരേ ഒരു യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ നാം മറ്റൊരു ഭൗമിക ജീവിതത്തിലേക്ക് തിരിയുന്നില്ല. മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിന് ശേഷം പുനർജന്മം ഇല്ല. ഇപ്പൊ നമ്മളുടെയൊക്കെ അറിയാതെയെങ്കിലും നമ്മൾ പറയും, അടുത്ത ജന്മത്തിൽ ഞാൻ ചുമ്മാ പറയൂല ഇങ്ങനെ, ഇങ്ങനൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നമാതിരി ജനിക്കണം എന്നൊക്കെ. അത് കാരണം നമ്മളുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. പക്ഷെ അതൊരു മിത്താണ്, ഒരു മിത്ത്. അതൊരു ട്രൂത്ത് അല്ല, അതൊരു സത്യമല്ല. ഹിന്ദുക്കളായാലും ബുദ്ധിസ്റ്റ് ആയാലും അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് പുനർജന്മത്തിൽ. പക്ഷേ സകല മനുഷ്യരും ദൈവം സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയാണ്. എവിടെയാ വചനം? ജ്ഞാനം 2:21. ജ്ഞാനം 2:21.
അനശ്വരതയ്ക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. എല്ലാ മനുഷ്യരും അനശ്വരരാണ്. അതായത് അവർക്ക് ഒരു ജീവനേ ഉള്ളൂ. ആ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ്. പിന്നെ എങ്ങനെയാ പുനർജീവിക്കണേ? നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ നിത്യജീവൻ നമുക്ക് വിശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്നതാണോ? നിത്യജീവൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ഉള്ള ഒരു നിത്യജീവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ലല്ലോ നിത്യജീവൻ. നിത്യജീവൻ ഓൾറെഡി ഉണ്ട്. എന്തുകൊണ്ടുണ്ട്? ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ്. എന്താണ് ദൈവത്തിന്റെ സാദൃശ്യവും ഛായയും? ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വമാണ്. ദൈവം ഏകനാണ്. എന്നാൽ ഏകദൈവത്തിൽ ആരുണ്ട്? 3 ആളുകളുണ്ട്. 357. ഇതെല്ലാം ഞാൻ ഈ നമ്പർ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറയണതെല്ലാം സഭയുടെ പ്രബോധനത്തിൽ നിന്നാണ്. 357. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യൻ ഒരു വ്യക്തിയുടെ മഹാത്മ്യമാണ്. മനുഷ്യൻ ഒരു സ്റ്റാച്ചുവോ ഒരു ബിംബമോ അല്ല. അവനൊരു ജീവനുള്ള ഒരു വ്യക്തിയാണ്. ആരെ പോലെയുള്ള വ്യക്തി? ദൈവത്തെ പോലെയുള്ള വ്യക്തി. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യുത ഒരു ആളാണ്. ഒരാള് പറയാൻ, എൻ്റെ ആള് ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. ആളെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ആ ആള് ഉത്ഭവിക്കുന്നത്? ഫസ്റ്റ് പേഴ്സൺ ഇല്ലേ? ഗ്രാമറിൽ പറയും ഫസ്റ്റ് പേഴ്സൺ ഇല്ല. ഫസ്റ്റ് പേഴ്സൺ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ആരാണ് ഫസ്റ്റ് പേഴ്സൺ? ദൈവം തന്നെയാണ്. ഗാഡ് ഹിംസെൽഫ് ക്രിയേറ്റഡ് us like him. അപ്പോ ആ വ്യക്തി, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാന വ്യക്തിയാണോ? സിംഹം വ്യക്തിയാണോ? അല്ല. സൂര്യൻ വ്യക്തിയാണോ? മറ്റൊരു സൃഷ്ടിക്കും ദൈവം ഈ വ്യക്തിത്വം കൊടുത്തിട്ടില്ല. മനുഷ്യൻ മാത്രമാണ് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള വ്യക്തി. ഇനി എന്താണ് ആ സാദൃശ്യം എന്ന് പറയുന്നത്? ആത്മാവും അനശ്വരതയും. ദൈവം ആത്മാവാണ്, ദൈവം അനശ്വരനാണ്. ആ സാദൃശ്യം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ അനശ്വരനും ആത്മീയനുമാണവൻ. അവരൊരു ആത്മീയ വ്യക്തിയാണ്. ഈ ആത്മീയതയും അനശ്വരതയും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് പുനർജന്മം എന്ന ഒന്ന് ഇല്ലേ ഇല്ല. എന്നാൽ എല്ലാവരും എന്തോരാൾക്കാരാ പുനർജന്മം. അപ്പൊ ഇതെല്ലാം നമ്മുടെ വിശ്വാസം. അതാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ദൈവശക്തിയാകട്ടെ എന്ന് പറയുന്നത്. പലരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ നിത്യജീവനിൽ വിശ്വസിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പുനർജന്മം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവൻ പിന്നെ നിത്യജീവനിൽ വിശ്വസിക്കുന്നു പറയാൻ പറ്റുമോ? നിത്യജീവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം. അതാണ് അവന്റെ സത്യം. അവനെക്കുറിച്ചുള്ള സത്യം നിത്യജീവനാണ്. ഇതാണ് ഈ കമ്പാരിറ്റീവ് തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങോട്ട് വന്ന് കയറണത്. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ ആകെ കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ച് പഠിക്കേണ്ടെന്നല്ല. നമ്മൾ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമുണ്ടാ. ചിലർ പറയും, ഇപ്പം യൂറോപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, ഞാൻ 10 വർഷം നിന്റെ രാജ്യത്ത് ആശ്രമത്തിലായിരുന്നു. നിന്റെ പേരെന്താ? ക്രിസ്റ്റീന. ഓക്കെ, എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വേറെ ഒന്നായിരുന്നു, ഈ ജന്മത്തിൽ ഇങ്ങനെ, ഇനി അടുത്തൊരു ജന്മം എനിക്കുണ്ട്, അപ്പം ഞാൻ അങ്ങനെയാവും. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യാനിയാണ്, നീ മാമോദിസ സ്വീകരിച്ചു, എന്താ നിന്റെ ബേസിക് ഫെയ്ത്ത്? നീ നിത്യജീവനിൽ വിശ്വസിക്കുന്നുണ്ടോ?
അതെന്താ? അപ്പോൾ ഞാനത് മനസ്സിലാക്കി കൊടുത്തു. നിത്യജീവൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ നിത്യജീവനുള്ള ദൈവത്തെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. നിത്യതയാണ് നിന്നിലുള്ളത്. നിന്നിൽ നിത്യത ഉണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ മറ്റൊരു ജീവിയായിട്ട് ജനിക്കും? തോമസ് പോളെ, is it truth? I said, that is the truth. That is the truth. You are an eternal entity. You will never die. Even if you die, you will resurrect. അപ്പോൾ ഞാൻ ഈ 10 വർഷം മുഴുവനും കേട്ടതോ, that is myth. That is not the truth. അപ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതൊക്കെ വിശ്വസിക്കുന്നത് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ദൈവാധീനത്തിൽ ഞങ്ങൾക്കാണ് പറഞ്ഞു. അവൾ ഉടനെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ജ്ഞാനം നൽകണേ. എന്തോരം ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് അറിയാമോ? ഇതൊക്കെയാണ് യൂറോപ്പിലെ പ്രധാന പ്രശ്നങ്ങൾ. ഈ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് അവരവിടെ വലിയ പറയണ്ട, ദൈവമേ താഴെ ക്ഷമിക്കണേ, നമ്മൾ വീണ്ടും പരിചയനായി പോകൂലേ. ഒരിക്കലൊരു ആള് നമ്മുടെ ഒരു സെമിനാറിന് വന്നു. അങ്ങേരെ അവിടെ ഇരിക്കുന്നുണ്ട്, മാന്യനാണ്. 3-ാം ദിവസം അങ്ങേര് വന്ന് സാക്ഷ്യം പറയാണ്. 3-ാം ദിവസം വന്നിട്ട് പറയണേ, ഒരു ഇന്ത്യൻ ഗുരു വരണമെന്ന് കേട്ടിട്ടാണ് ഞാനിവിടെ വന്നേന്ന്. തോമസ് പോൾ ഇന്ത്യൻ ടീച്ചർ ഗുരു ഇവിടെ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ വഴിതെറ്റിയാ വന്നേക്കണേ. ഇങ്ങനത്തെ ഗുരുവിനല്ല ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റണില്ല ഇവിടുന്ന്. എനിക്ക് അവിടുന്ന് പോകാൻ പറ്റണില്ല. അയാൾ പറയണ കേട്ടോ, എനിക്കിവിടുന്ന് പോകാൻ പറ്റണില്ല. കാര്യം ഞാൻ 20 വർഷത്തോളം ഈ ഇന്ത്യൻ ഗുരുകളുടെ ഇതുകൾ കേട്ട് അതിനകത്താണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ട കാര്യങ്ങൾ എൻ്റെ പൈതൃകമായ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഞാൻ കേട്ടിട്ട് ഞാനങ്ങ് കോരിത്തരിക്കുകയും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് ഞാനങ്ങിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും പറ്റണില്ല. ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടും പറ്റണില്ല. വൈകുന്നേരമായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടും പറ്റില്ല. അങ്ങനെ 3 ദിവസമായി ഞാനിപ്പോൾ ഇവിടെ. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഈ 20 വർഷം ഞാൻ ഈ ഇന്ത്യൻ ഗുരുക്കന്മാർ പറഞ്ഞത് കേട്ടതെല്ലാം സത്യമല്ല എന്നും ഈ സത്യ ബൈബിൾ പറയുന്നതാണ് കൃത്യമെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, സത്യം അറിയണം. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഇടയിലുള്ള ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടാക്കുന്ന ഒന്നാണ് പുനർജന്മം. പുനർജന്മം എന്ന ഒന്നില്ല എന്നത് എളുപ്പം മനസ്സിലാകാൻ നിത്യജീവൻ ഉണ്ടെന്ന് മനസ്സിലായ പോരെ. നമ്മൾ നിത്യജീവനുള്ള ഒരു വ്യക്തിയാണ്. നിത്യജീവൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും മരിക്കില്ല. നമ്മുടെ ആത്മാവ് മരിക്കില്ല. നമ്മുടെ ശരീരം മരിച്ചാലും ഉയർത്തെഴുന്നേറ്റ ആത്മാവിനോട് ചേരുന്ന അത് വിശ്വസിക്കുമ്പോൾ പുനർജന്മം എന്നൊന്നില്ല. അപ്പോൾ മരണത്തിനെ കുറിച്ചുള്ള വാസ്തവങ്ങളാണിത്. അപ്പോൾ നമ്മൾ മരിച്ചാൽ പുനർജനിക്കുന്നും വിചാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും വിശ്വാസ പ്രമാണത്തിലും ഒക്കെ വല്ല അർത്ഥമുണ്ടോ? പിന്നെ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം നമ്മൾ പറയുന്നുണ്ട് നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതേസമയത്ത് ഞാൻ മരിച്ച പുനർജനിച്ച് എലിയാവും, പൂച്ചയാവും, കുരങ്ങാവും ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. ഒരു ക്രിസ്ത്യാനിയായിരുന്നു, കരിസ്മാറ്റിക്കൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ക്യാൻസറായി. അങ്ങനെ എന്തോ രോഗമായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ നീ ഒന്ന് ജാതകം നോക്ക്. ജാതകം നോക്കിയപ്പോൾ പറയാണ്, നിന്റെ ഭാര്യയുടെ ജാതകവുമായിട്ട് പൊരുത്തമല്ല, അതുകൊണ്ട് നീ അവളുടെ കൂടെ കിടക്കരുത്. ശരിയായില്ലേ? ഇനി നീ അവളുടെ കൂടെ കിടന്നാൽ നിനക്ക് വീണ്ടും ക്യാൻസർ വരും. ജാതകം പറയാം.
എന്തൊരു അവസ്ഥയാണ് ക്രിസ്ത്യാനിയുടെ എന്ന് പറയും. ഏത് നമ്മുടെ ഈ നാട്ടിലെ ക്രിസ്ത്യാനിയുടെ കാര്യം പറയണം. എന്തുകൊണ്ട്? ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ സത്യം നമ്മൾ മനസ്സിലാകാത്തതുകൊണ്ടല്ലേ. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ക്ഷമിക്കണം, ഞാനൊരു വിശേഷം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണേ, നരകത്തിൽ ഞങ്ങൾ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ഈ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിർത്താം. എവിടെ പോയി ഇപ്പോൾ? നമ്പർ 1002 ഓക്കെ 1014. പുനർജന്മം ഇല്ല എന്നത് 1014. ഇനി 1020 തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ സ്വീകരിക്കും. ഒന്ന് കൈപൊക്കി എല്ലാവരും കൈവീശി കാണിച്ച്. ബോറടിക്കുന്നുണ്ടോ? ഇത് കഠിനമാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഇത്തിരി കഠിനമാണെന്ന് തോന്നിയാലും ഇത് സ്വീകരിച്ചാൽ മാത്രമേ നമ്മളുടെ വെളിവ് കിട്ടുള്ളൂ. നമുക്ക് തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ, ഇതാണ് നമുക്കുണ്ടാകേണ്ട വലിയൊരു ബോധ്യം. ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണവുമായിട്ട് ഒന്നാകുന്നു. യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവനിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. മരണത്തോട് അടുക്കുന്ന വ്യക്തിയോട് സഭ ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും വാക്കുകൾ അവസാനമായി പറയുമ്പോൾ, ശക്തി പ്രദാനം ചെയ്യുന്ന അഭിഷേകം കൊണ്ട് അവസാനമായി അവനെ മുദ്ര വയ്ക്കുമ്പോൾ, യാത്രയ്ക്കുള്ള ഭക്ഷണമായി ക്രിസ്തുവിനെ തിരുപ്പാദയത്തിൽ നൽകുമ്പോൾ മധുരമായ ഉറപ്പോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ നിന്നല്ലയോ ക്രൈസ്തവാത്മാവെ മുന്നോട്ട് പോവുക. ബാക്കിയുള്ളത് പ്രാർത്ഥിക്കണോ? ഇപ്പൊ വേണി കേട്ടോ, മരിക്കാൻ നേരത്തെ ചിലപ്പോൾ കേട്ടില്ലെന്ന് വരും. ഇല്ലേ? എന്തു പറഞ്ഞു? ശരിയാണ്. അപ്പൊ പ്രാർത്ഥിക്കാം. എങ്ങനെയായാലും മരിക്കും നമ്മൾ. ഇപ്പോഴേ അങ്ങ് പ്രാർത്ഥിച്ച് വിട്ടേക്കാം. നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ ഈ ലോകത്തിൽ നിന്ന് അല്ലയോ ക്രൈസ്തവാത്മാവേ മുന്നോട്ട് പോവുക. നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ചവനും സജീവനായ ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹായുടെ നാമത്തിൽ, നിന്റെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസ്തനായ ക്രൈസ്തവ മുന്നോട്ട് പോവുക. നീ ഇന്ന് സമാധാനത്തിൽ വസിക്കുമാറാകട്ടെ. നിന്റെ ഭവനം ദൈവത്തോടുകൂടെ വിശുദ്ധ സിയോനിലായിരിക്കട്ടെ. ദൈവത്തിന്റെ മാതാവായ കന്യാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിനോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ ഭൂമിയുടെ പൊടിയിൽ നിന്ന് നിന്നെ മെനഞ്ഞെടുത്ത നിന്റെ സൃഷ്ടാവിലേക്ക് നീ തിരിച്ചു പോവുക. നീ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധ മറിയവും മാലാഖമാരും എല്ലാം വിശുദ്ധരും നിന്നെ കണ്ടുമുട്ടാൻ വരുമാറാകട്ടെ. നിന്റെ രക്ഷകനെ മുഖാമുഖം കാണുവാനും നിത്യദൈവത്തെ ധ്യാനിക്കുവാനും നിനക്ക് സാധിക്കുമാറാകട്ടെ. ആനാവെള്ളം തെളിക്കുന്നു. അപ്പൊ നമ്മളിതൊക്കെ അങ്ങ് ആസ്വദിച്ചോ? ഇതെല്ലാം കഴിഞ്ഞ് ഈ ധ്യാനവും കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മരിക്കണം. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ ചെന്ന് കിടക്കാം, മരിക്കും. എന്ത് സന്തോഷമായിരിക്കില്ലേ? ഈ വിശുദ്ധീകരണ ധ്യാനം എല്ലാം കഴിഞ്ഞ് നല്ല ഒരുക്കത്തിൽ. തനത് വിധി. ഇപ്പൊ മരണം കഴിഞ്ഞു കേട്ടോ. ഇനി മരിക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന ഒന്നാണ് തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം
എന്ന നിലയിലുള്ള മനുഷ്യജീവിതത്തിൻ്റെ മരണം അന്ത്യം കുറിക്കുന്നു. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം ഈ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ തിരസ്കരിക്കാനോ സ്വീകരിക്കാനോ ഉള്ള അവസാന നിമിഷമാണ് മരണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരസ്കരിക്കാനോ സ്വീകരിക്കാനോ പറ്റില്ല. മരണത്തിൻ്റെ ഒരു നിമിഷം മുമ്പ് വരെ മാറാം, രാജ്യം മാറാം, കാല് മാറാം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമുക്കുള്ള പ്ലസ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മരിക്കാറാകുമ്പോഴേക്കും ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ ചിലവരെല്ലാം ജീവിതകാലം മുഴുവനും ഭയാനകമായ പാപത്തിലാണെങ്കിലും ആ മരിക്കാറാവുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര വ്യത്യാസമുണ്ടാവും. ഒന്ന്, സഭയുടെ മുഴുവനും പ്രാർത്ഥന അതാണ്. അപ്പോൾ നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ഓയൻഡീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ആരെല്ലാം? എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ. അപ്പോൾ എനിക്ക് ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്ന് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ പറയും. അപ്പോൾ അവർ ഒരുപാട് പേര് വിശ്വാസമില്ലാതെ ഭയങ്കര നിരീശ്വരവാദത്തിലൊക്കെ, പക്ഷേ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് കർത്താവ് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരം ബ്രദർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ, അവസാനം രക്ഷിച്ചോളുമല്ലോ ബാക്കിയുള്ളവരെല്ലാം പ്രാർത്ഥിച്ച്. ഇങ്ങനെ വിചാരിക്കരുത്. സത്യം അറിയണോ വേണ്ടയോ? നമ്മൾ അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് ഇതൊക്കെ പറയാതിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല എന്ന, അല്ലെങ്കിൽ അവന് അതേമാതിരി തന്നെ ജീവിക്കും. നമ്മൾ സത്യം അറിയുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണോ ദൈവത്തിൻ്റെ ആഗ്രഹം? ഇപ്പോൾ വേറൊരു ചിന്ത വരുന്നത്, അപ്പോൾ ബ്രദർ പറയണത് ആരും നരകത്തിൽ പോവില്ലെന്നാണ്. ഇങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ ബ്രദർ പറയണത് ആരും നരകത്തിൽ പോവില്ലെന്നാണോ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളെന്താ പറയണേ? കുറേ പേര് നരകത്തിൽ പോകണമെന്നാണോ? എന്താ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളെന്താ ആഗ്രഹിക്കണേ? കുറേ പേര് നരകത്തിൽ പോകണമെന്നാണോ ആഗ്രഹിക്കണേ? പറയും, ആത്മാർത്ഥമായിട്ട് പറയും. അപ്പം നമ്മൾ ദുഷ്ടരായ മനുഷ്യൻ തന്നെ ആഗ്രഹിക്കണത് എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച കർത്താവ് ദൈവം എന്താ ആഗ്രഹിക്കണേ? പറയും. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഹിതം ഇതാണ്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളുടെ പ്രാർത്ഥന അവിശ്വാസികളായ മനുഷ്യരെ മനസാന്തരത്തിലേക്കും വിമോചനത്തിലേക്കും നയിക്കാൻ ഇടയാക്കുമെന്ന് പറയണം? അത് 4 പേര് കൂടി ഒരു തളർവാദ രോഗീനെ പൊക്കിക്കൊണ്ടുവന്നു. ഈ 4 പേര് വിശ്വാസികളാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, അവനൊരു വിജാതീയനാണ്, അവനോട് പറഞ്ഞു, മകനേ. എന്ത് പറഞ്ഞു? മകനേ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവൻ പശ്ചാത്തലിച്ചിട്ടാണോ? കണ്ടോ? അപ്പൊ ആരുടെ പ്രാർത്ഥന മൂലമാണ്? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അത്രയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആ 4 പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന അവര് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിൽ ജനം. എന്നാൽ തിരിച്ചു കൊണ്ടയോ? അവര് പോളിൽ കയറി കൂര പൊളിച്ച് താഴോട്ടിറക്കി. അതാണ് വിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞാൽ സ്വയം യേശുവിൽ വിശ്വസിച്ച് സ്വന്തം രക്ഷ സ്വന്തമാക്കുന്നതിൽ മാത്രമല്ല, ഒരു വിശ്വാസിക്കുള്ള പ്രിവിലേജ് അവന് മറ്റനേകരെ രക്ഷിക്കാൻ പറ്റും. ഇതാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പത്രോസ് ചോദിക്കാൻ പോണത്, അതെ ഒറ്റയ്ക്കാണോ വന്നേ? നീ എത്ര ആത്മാക്കളെ കൊണ്ടുവന്നു? അയ്യോ, ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ. അങ്ങനെ പറയണവനല്ല ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാ ക്രിസ്ത്യാനിയും സ്വർഗത്തിൽ പോകും. നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി, അയാൾ ക്രിസ്ത്യാനി ആയിരുന്നോ?
അയാൾ മാമോദിസ സ്വീകരിച്ചവനായിരുന്നോ? ആ നല്ല കള്ളന് സ്വർഗത്തിൽ പോകാമെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, അവന് അവൻ സ്വർഗത്തിൽ പോകും. അങ്ങനെ സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ വിളി. നമ്മൾ സ്വർഗത്തിൽ പോകുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വിളി. എത്ര ആളെ നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് വിളി. കണ്ടോ, സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? എന്താ വല്ല ചോദ്യമാണോ? അല്ല, ഓക്കെ. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവുകയാണേ. ഇനി ഫാസ്റ്റ് പോകണം. ദൈവമേ, തനത് വിധി. അപ്പൊ തനത് വിധി എന്ന് പറയുന്നത് ഈ മരിക്കുന്ന സമയത്ത് തന്നെ ആ സമയത്തിന് തൊട്ട് മുൻപ് ഒരാൾക്ക് മാറാം. അതുകൊണ്ട് അത് വളരെ പ്രത്യേക ഒരു പോയിന്റാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആ മരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായ പ്രതിഫലം സ്വീകരിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ദരിദ്രനായ ലാസറിന്റെ ഉപമ, ഈ ലാസർ, ദരിദ്രനായ ലാസറും ധനവാനും ഒരു ഉപമയാണ്. അത് നടന്ന സംഭവമല്ല, മനസ്സിലാക്കണം കേട്ടോ. അതൊരു ഉപമയാണ്. ക്രിസ്തു കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റു പല ഭാഗങ്ങളും ആത്മാവിന്റെ ഭാഗധേയത്തെ പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാവുന്ന അന്തിമ ഭാഗധേയത്തെ പറ്റി പറയുന്നുണ്ട്. ഓരോ മനുഷ്യനും 1022 ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കും. എന്താണത്? ഒന്നുകിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ ഉള്ള സ്വർഗഭാഗ്യം, അല്ലെങ്കിൽ നേരിട്ടുള്ള ശാശ്വതമായ ശിക്ഷ. അപ്പൊ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാം. ഇവിടെ പൂർണ്ണമായ വിശുദ്ധീകരണം കഴിഞ്ഞിരിക്കുന്നവർ സ്വർഗത്തിൽ പോകാം. ഇനി മറ്റൊരു പ്രിവിലേജ് ഉള്ളത് എന്താ? ഇവിടെ പൂർണ്ണമായ വിശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ. മരണാനന്തരം വിശുദ്ധീകരണത്തിന് അവരുടെ അവകാശമാണത്. അവനൊരു കർത്താവ് ശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ മരണാനന്തരം വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകും. അപ്പൊ ഈ മരണാനന്തര ശുദ്ധീകരണം ഈ രക്ഷയുടെ എക്കണോമി ഓഫ് സാൽവേഷന്റെ ഒരു ഭാഗമാണത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സാൽവേഷൻ. എന്താണ് സ്വർഗം? ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് വരണ്ടിട്ടോ പലരുടെയും ആകാംക്ഷ ഇത്രേ ഉള്ളൂ. സ്വർഗവും നരകമൊന്നുമല്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ എന്താ? എനിക്കറിഞ്ഞൂടാ ഇത് എന്ത് പറ്റി കേരളത്തിൽ നിന്ന്. ഇവിടെ ആകെ കൂടി 2 കാര്യത്തിനാണ് നമ്മുടെ ഫോക്കസ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പൂർവ്വശാപവും ദുരാനുഭവം. എവിടെ സുവിശേഷം? അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് കിടക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരാകെ നശിച്ചു പോകുന്നവരെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾക്ക് കൃത്യമായ ബോധ്യമില്ലെങ്കിൽ സുവിശേഷ വേല നടക്കില്ല. കർത്താവ് പറഞ്ഞു, നീ ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാരുണ്ട്. ഈ ചൈനയിലും പാകിസ്ഥാനിലൊക്കെ പോയി എന്തുകൊണ്ട് വചനം പ്രഘോഷിക്കുന്നില്ല? അവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഓൾറെഡി സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. എന്താ വേണ്ടേ പറയും? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. സഭയുടെ 5 ലക്ഷം കുർബാന ഒരു ദിവസം ചെല്ലുന്നതിൽ എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സകല പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ അതിനെക്കുറിച്ച് ശരിയായ ധാരണയോടെ പ്രാർത്ഥിക്കണം. അവർ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നശിച്ചു പോകുന്നോ? അതാണ് ഏറ്റവും വലിയ പ്രിയോറിറ്റി പ്രയർ എന്നോ മനസ്സിലാക്കരുത്. പ്രിയോറിറ്റി പ്രയർ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരെയാണ് നിങ്ങൾ നേടേണ്ടത്? ആരെയാണ് നേടേണ്ടത്? ക്രിസ്തുവിനെ അറിയാത്തവരെ. സകല ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. വാസ്തവത്തിൽ ഇപ്പം ഞാൻ ഈ വചനം പ്രഘോഷിക്കുന്നവർ ആരൊക്കെയാ?
നല്ല ക്രിസ്ത്യാനികളിലെ എല്ലാ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ വരുന്ന ആൾക്കാരോടാണ്. ഞാൻ യൂറോപ്പിലൊക്കെ ഉള്ള ചില ജയിലിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. ചില ജയിലിൽ 7000, 8000 ആൾക്കാരൊക്കെയാണ്. ഇവിടെ അതിലും കൂടുതലുണ്ടാവുമായിരിക്കും. അമേരിക്കയിലും എന്തോരം ആളുകളാണ് ഈ ജയിലിൽ കിടക്കുന്നത്. നമ്മൾ അവരോടൊക്കെ പോയി സുവിശേഷം വാസ്തവത്തിൽ പറയുന്നുണ്ടോ? ഞാനപ്പോൾ ഒരിക്കൽ അങ്ങനത്തെ ഏറ്റവും കുപ്രസിദ്ധ കഠിന തടവുകാർ, അതായത് അവർ മരണം വരെയുള്ള തടവാണ്, അവരൊരിക്കലും അതിൻ്റെ ഇത് പോയി, അങ്ങനെയുള്ള ഒരു ജയിലിൽ പ്രഘോഷിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാനത് വലിയ ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് വിചാരിക്കുകയാണ്. അവരോട് കാണാനും അവരെ ഒരു വചനം പറയാനും കണ്ടാൽ ഭീകരമാണ് അവരുടെ അവസ്ഥ. അവരിങ്ങനെ തുറിച്ച് നോക്കണം. അപ്പം ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ ഒക്കെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഞാനും ഇച്ചിരി പേടിച്ചാൽ നിൽക്കണേ. നമ്മൾ ലില്ലിപ്പുട്ടുമാരിയ, അവരൊക്കെ ഭയങ്കര വലിയ ആചാനബാഹുകളാണ്. ജർമ്മനിയാണ്, ജർമ്മൻകാരാണ്. എൻ്റെ അടുത്തൊരു ചെറിയ കുരിശ് ഉണ്ടായിരുന്നു. വേറൊരു സാധനമകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പെർമിഷൻ ഇല്ല. ഈശോ അപ്പം ഞാൻ ഈ കുരിശ് കാണിച്ചിട്ട് പറഞ്ഞു, ഈശോ പറഞ്ഞു, when I was in prison you visited me. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. എൻ്റെ ദൈവമേ, ഞാനിതിപ്പോഴും ഓർക്കുകയാണ് ആ നിമിഷം. ഞാനിത് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരിലും എന്തോ ഒരു പ്രസരണം ഉണ്ടായി. ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. യേശു നിങ്ങളെല്ലാവരെയും മറ്റൊരു യേശുവായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഞാൻ ഈ കുരിശ് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ യേശു മരിക്കുന്ന നിമിഷം, ഈ യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ മാർപ്പാപ്പയോ ബിഷപ്പോ വൈദികരോ ഒരു ക്രിസ്ത്യാനിയോ ഉണ്ടായില്ല, മറിച്ച് 2 തടവുകാർ മാത്രമാണ് ഉണ്ടായത്. അവരെല്ലാവരുടെയും മുഖം അങ്ങ് പ്രകാശിച്ചു കേട്ടോ. അതോടെ ആ ജയിൽ സൂപ്രണ്ടിന് പറയണോടാ, നീ അവരെ കയ്യിലെടുത്തല്ലോടാ. കാരണം അയാൾ ഇവന്മാരെ ഇവിടെ എന്ത് പറഞ്ഞാലും, ജയിൽ സൂപ്രണ്ടിന് എന്ത് പറഞ്ഞാലും ഇവരനുസരിക്കില്ല. എനിവേ, അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾക്കൊക്കെ വേണ്ടി നമ്മുടെ ശുശ്രൂഷകൾ ഇനിയും തുറന്നിട്ടില്ല, വേണ്ടമാതിരി തുറന്നിട്ടില്ല. നമ്മൾ ചെറിയ ശുശ്രൂഷകളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ നോട്ട് ഇനഫ്. ഒരുപാട് അങ്ങനത്തെ മേഖലകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണ്ട്, ഒരുപാട് അങ്ങനത്തെ മേഖലകൾ. ഓക്കെ, അപ്പം ശുദ്ധീകരണ സ്ഥലം എന്നത് സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവരുടെ പൂർണ്ണ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അതൊരു ശാപസ്ഥലമല്ല, അതൊരു ശിക്ഷസ്ഥലമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ വായിക്കാം. പിന്നെ എന്താണ് സ്വർഗം? ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗത്തിനെ സ്വർഗമെന്ന് പറയുന്നു. അതൊരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. ത്രിത്വത്തോടൊപ്പമുള്ള ജീവിതമാണ് സ്വർഗം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാതാവും സകല മാലാഖമാരും വിശുദ്ധരും അടങ്ങുന്ന അവരെല്ലാവരോടും ഒപ്പമായിരിക്കുന്ന അവസ്ഥ. അപ്പം അതിന് വേണ്ടതായ വിശുദ്ധി നമുക്കുണ്ടാകണം. ആ വിശുദ്ധിക്കാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മൾ വിശുദ്ധീകരിച്ച് കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് കുർബാനയിലൂടെ എന്താണ്
എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാനേവം നാഥനരുൾ ചെയ്തു. അതാണ് ഈ കുർബാനയിൽ വിശ്വാസപൂർവ്വം നമ്മൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറത്ത് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം പ്രദാനം ചെയ്യും. എത്ര മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ഞങ്ങൾ ഈ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ അതല്ല, അതിനു മുമ്പ് അല്ല, വൈദികൻ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്റെ നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടും ഒരുമിച്ച് പരദീസായിൽ നിന്നെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. ഇനി അവിടെയുള്ള ഓരോ പ്രാർത്ഥനകളിലും മുഴുവനും ഗ്യാരണ്ടി, ഇത് നിത്യജീവിതത്തിലേക്കുള്ള അച്ചാരമാണ്. അപ്പൊ നമ്മൾ ഈ ഇത്രയും മഹത്തായ ആ വിശുദ്ധീകരണത്തിന്റെ അനുഭവം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? അതാണ് നമ്മളിപ്പോഴും അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ. ആ യേശു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മുടെ ശിക്ഷകൾ ഏറ്റെടുത്ത് നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ നീതീകരിച്ച് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയമായി തന്ന് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിച്ചിരിക്കുന്നു. ഇത് ഈ റാസ കുർബാനയിലുള്ള ഇന്നത്തെ ഒരുപാട് പേരെ പ്രാർത്ഥനകളിൽ എന്തെല്ലാം മനോഹരമായിട്ടുള്ള ആശയങ്ങളാണത്. അപ്പോൾ നമ്മളതൊന്ന് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈ ഭയം. നമ്മളിപ്പോൾ തന്നെ ആ സ്വർഗീയ അവസ്ഥയുടെ ഒരുവിധം പൂർണ്ണതയിലാണ്. എന്നിരുന്നാലും ഓരോ മിനിറ്റിലും നമുക്ക് എന്തെങ്കിലും ചെറിയ തെറ്റുകൾക്ക് സംഭവിക്കാം. അപ്പം അത് ഇവൻ മരിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് വരെ എന്തെങ്കിലും ചിന്തകളിൽ ഉണ്ടാകാം. അപ്പോൾ എന്ത് സംഭവിക്കും? ആ മരണാനന്തരം വിശുദ്ധീകരണം. മരിച്ചു കഴിയുമ്പോൾ ആത്മാവും ശരീരവും സെപ്പറേറ്റായി, പിന്നെ ആത്മാവിന് പാപം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മരണാനന്തരം വിശുദ്ധീകരണത്തിന് അത് പൂർണ്ണമായിട്ട് നടക്കും. പക്ഷേ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ. അതാണ് അടുത്തത്. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ഓക്കെ, ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായി ഫ്ലോറൻസിലെയും ത്രന്തിലെയും സൂനഹദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളവരാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്ന പതിവിലും ഇത് അധിഷ്ഠിതമാണ് ഈ പ്രബോധനം. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മളുടെ കുർബാനയിലും പ്രാർത്ഥനകളിലും എല്ലാം ഉണ്ട്. അതുകൂടാണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ഇതാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ, കണ്ടോ,